അപ്പോൾ 12th എൻ്റെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഹ്യൂമാനിറ്റീസിൽ 4th എന്നുള്ളത് സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് വന്നൊരു കുട്ടി സാധാരണ എല്ലാവരും നേരെ തിരിച്ചാണ് പോവാറ്. ഒന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ വന്ന് ജസ്റ്റ് ലൈക്ക് ഒരു നല്ല ടീം പ്ലെയർ പോലെ നമ്മളൊരു എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി റിസപ്റ്റീവായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ലീഡിൽ വരുമ്പോൾ ആ ഈക്കോ സിസ്റ്റം വിൽ ടേക്ക് കെയർ ഓഫ് അവർ സെൽസ് എന്നുള്ളതാണ്. ഇപ്പോൾ സോ ഇതാണ് ഓർഗാനിക് അപ്രോച്ച്. ഒരു ഫ്രെയിം വർക്കിൽ ഒരു അപ്രോച്ചാണ് ഇത്. ഓർഗാനിക്കായിട്ട് ചിന്തിക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന തൊട്ട് ഒരാളുടെ ജീവിതത്തിൽ അയാൾ കടന്നു പോകുന്നതെല്ലാം ഗ്ലോബലൈസേഷൻ ഇമ്പാക്റ്റ് ആയിരിക്കും. സർവീസ് പെട്ടെന്ന് സഡപടെ പോയിന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു സാധനം എൻ്റെ ലേണിങ്ങിനെ വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കോർത്ത് പഠിക്കുക എന്നൊക്കെ പറയില്ല. ലൈക്ക് ഒരു ഓഫീസർ ഏത് പുതിയ സ്കിൽസും പഠിക്കാനും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആ ഒരു ക്യൂരിയോസിറ്റി വേണം, പാഷൻ വേണം. നീ പോയി പഠിക്കുക, നീ ഗിറ്റാർ പഠിക്കുക, നീ കീബോർഡ് പഠിക്കുക. അങ്ങനെയാണ് ഞാൻ യുകെലയിലെ കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. എൻ്റെ ആവേശത്തിന് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് അങ്ങനെ യുകെയിൽ എത്തുന്നത്. പക്ഷേ ഓൾദോ എനിക്കൊരു മ്യൂസിക്കിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. കാരണം ഏപ്രിൽ മെയിൽ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട് ഫിലിംസ് പ്രിപ്പയർ ചെയ്യാൻ. പക്ഷേ മെയിൻസ് ആകുമ്പോഴത്തേക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് പീക്ക് മന്ത് ആണ്. പക്ഷേ ആ സമയം 2 തവണയും മാനേജ്മെൻറ്റ് ലീവ് തന്നു, ലോസ് ഓഫ് പേയിൽ ലീവ് തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. സോ ബിഗ് ക്രെഡിറ്റ് ഗോസ് ടു മാനേജ്മെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. 2026 സിവിൽ സർവീസ് റിസൾട്ടിനെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം, അത് നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണെന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തരുന്ന ഒരു റിസൾട്ടാണ് അജയ് ആർ രാജിൻ്റേത്. അജയ് ആർ രാജ് നമ്മുടെ ലീഡ് IAS അക്കാഡമിയുടെ പ്രൈം ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൻ്റെ എല്ലാ അറ്റംപ്റ്റിലും എല്ലാ പ്രോഗ്രാമിലും ഇവിടെ അറ്റൻഡ് ചെയ്ത് ഒടുവിൽ ഓൾ ഇന്ത്യ ബേസിൽ 109ാം റാങ്ക്. കോഴിക്കോട് സ്വദേശിയാണ്. അപ്പോൾ അജയുടെ വിശേഷങ്ങളാണ്, അജയുടെ പഠന വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അജയ്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സോ റിസൾട്ട് എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് തന്നെ തുടങ്ങാം. ഓക്കെ, സോ നമ്മളിങ്ങനെ മാർച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മാർച്ച് ഈ ഒരു വീക്കിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം മൺഡേ വരുമെന്ന് ട്യൂസ്ഡേ വരുമെന്ന് വിചാരിച്ചു. അന്ന് വന്നില്ല, കാത്തിരിപ്പായിരുന്നു. വെനസ്ഡേ ഹോളി ആയിരുന്നു, തേഴ്സ്ഡേയും വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ചെറിയ പേടിയുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ആനന്ദിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ റൂമിലായിരുന്നു. അപ്പോൾ തേഴ്സ്ഡേ വന്നില്ല. അപ്പോൾ ഫ്രൈഡേ രാവിലെ തന്നെ ഒരു തണ്ണിമത്തനൊക്കെ വാങ്ങി അവൻ്റെ വീട്ടിലേക്ക് പോയി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഉച്ചയോടുകൂടി ബേസിക്കലി എന്നെ ആദ്യം ആൽബർട്ട് ചേട്ടനാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു UPSC ലഞ്ച് ബ്രേക്കോട് കൂടി ആയിരിക്കും നോർമലി കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്ത് വരാം. അപ്പോൾ ആൽബർട്ട് ചേട്ടൻ്റെ കോൾ ഒരു സമയത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഓക്കെ വന്നോന്നായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പോൾ തന്നെ ആനന്ദ് നോക്കി റിസൾട്ട്. അപ്പോൾ പറഞ്ഞിടാ 109 ഉണ്ട് റാങ്ക് എന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു. സോ അതായിരുന്നു മൊമെന്റ് റിസൾട്ട് വരുന്നതിൻ്റെ. വീട്ടിലേക്ക് വിളിച്ചു ആദ്യം? അതെ, ആദ്യം ചേട്ടനെ വിളിച്ചു, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു. ഓക്കെ, അജയുടെ ഒരു ജേർണി ഒന്ന് പറയാമോ? പ്രത്യേകിച്ച് കോളേജിന് ശേഷം ഇതിലേക്ക് കാലെടുത്ത് വെച്ചു, പക്ഷെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഇൻസ്പയറിംഗ് ഫോർ ഓൾ ഓഫ് us. 2020 ഞാൻ കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം 2020 തന്നെ അറ്റംപ്റ്റ് കൊടുത്ത ഒരാളായിരുന്നു. പക്ഷേ ആ സമയത്ത് കോവിഡ് കാരണം എൻ്റെ ഗ്രാജുവേഷൻ റിസൾട്ട് വന്നില്ല. അപ്പോൾ ഡിഗ്രി ഇല്ലാത്തതിന് കാരണം ഞാൻ ഇൻ്റർവ്യൂ എത്തിയെങ്കിൽ പോലും ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആവേണ്ടി വന്നു. അത് കഴിഞ്ഞ് 2021 ഞാൻ വളരെ റഷ് ചെയ്തുള്ളൊരു അറ്റംപ്റ്റ് ആയിരുന്നു. കാരണം MAയുടെ എക്സാമിനേഷൻ അതിൻ്റെ ഇടയിൽ നടക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ രണ്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കയറില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനൊരു വർഷം ബ്രേക്ക് എടുത്ത് ഓപ്ഷനിലൊക്കെ ചേഞ്ച് ചെയ്ത് 2023 പിന്നെ അറ്റംപ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ആ വർഷത്തെ CSAT ഭയങ്കര പാടായിരുന്നു. എനിക്കൊരു 2 മാർക്കിൽ CSAT മിസ് ചെയ്യുന്നു. അപ്പം 2024 ഞാൻ ഐ വാസ് റിയലി മേഡ് ഇറ്റ് എ പോയിന്റ് അത് ഇത്തവണ കയറാതെ പോകരുത്. CSAT ആണെങ്കിൽ എല്ലാം കൃത്യമായിട്ട് പഠിക്കണം. അതുകൊണ്ട് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു. മീൻവൈൽ ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടി വർക്ക് ചെയ്യായിരുന്നു. വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2024 730 റാങ്ക് കിട്ടി. അന്നത് കിട്ടിയപ്പം ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഐത്തോട്ടൊക്കെ ഐ ഡിസേർവ് ബെറ്റർ. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഇൻഫാക്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു മെമ്മറി പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ പോലും ചെയ്യാൻ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ചേട്ടൻ പറഞ്ഞൊരു സാധനമുണ്ട്, റാങ്ക് ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് ഞാൻ മറ്റേ വീഡിയോ എടുക്കാറില്ല. ഞാൻ വീഡിയോ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർ ഇമ്പ്രൂവ് ആകാറുണ്ട്. ഫെബിൻ ചേട്ടൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ട്. സോ ഞാനും അത് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ താങ്ക്ഫുള്ളി ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സാധനം സംഭവിക്കുമ്പോൾ എനിക്ക് അന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. അപ്പോൾ അന്ന് എടുക്കാതെ പോയ വീഡിയോ ഇന്ന് എടുക്കാൻ പറ്റി നല്ലൊരു സന്തോഷം. സോ 2025 109 എത്തി, റാങ്ക് ഇമ്പ്രൂവ് ആയി. സിവിൽ സർവീസിലേക്കുള്ള ഒരു ജേർണിയുടെ പക്ഷെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഉറപ്പായിട്ടും കോഴിക്കോട് നിന്ന് പഠിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തി, പിന്നെ ഡൽഹിയിലേക്ക് പോയി. അങ്ങനെയാണ് ഒരു കരിയർ പ്രോഗ്രഷൻ അജയ് സെറ്റ് ചെയ്ത്. അത്ര എളുപ്പമായിരുന്നില്ലല്ലോ അല്ല. അപ്പം ടീച്ചേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? എനിക്കൊന്ന് ഈ സിവിൽ സർവീസിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് സമൂഹത്തെ സേവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് സന്തോഷം കണ്ടുപിടിക്കുക. അപ്പം ഞാൻ നാട്ടിൽ വളർന്ന ഒരാളെന്നുള്ള രീതിയിൽ ആ ഒരു സോഷ്യൽ ബേസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോഷ്യൻ്റ് എനിക്ക്
അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോഷ്യൽ സർക്കിളിൽ ജീവിക്കുക, അതിനു വേണ്ടി അതിലെ സന്തോഷം കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ. പിന്നെ ഇപ്പോൾ സിവിൽ സർവീസിലാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം വെച്ചാൽ റേസിംഗ് ദ ബാറാണ്. നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് വീണ്ടും വീണ്ടും ആ ബാറ് മുന്നോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സിവിൽ സർവീസിലാണെങ്കിൽ ഏത് പ്രൊഫഷനിലാണെങ്കിലും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐഡിയ. അപ്പോൾ 10th കഴിഞ്ഞ് സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് CBSEയിലേക്ക് പോകുന്നു, അന്നൊരു ചലഞ്ചായിരുന്നു. ഒരു കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു, ബോർഡിങ്ങിൽ നിന്ന് പഠിക്കുന്നു. സോ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തു. അപ്പോൾ ഓരോ തവണയും ഇപ്പോൾ 12th എൻ്റെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ഹ്യൂമാനിറ്റീസിൽ 4th എന്നുള്ളത് സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് വന്നൊരു കുട്ടി, സാധാരണ എല്ലാവരും നേരെ തിരിച്ചാണ് പോവാറ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതെന്നെ കൊണ്ട് നടപ്പിലാകും അല്ലെങ്കിൽ നടപടിയാകും, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സംഹൗ ഇറ്റ് വിൽ വർക്ക് ഇൻ പ്ലേസ് എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടുന്നത് എൻ്റെ 12th വിജയത്തിനായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റീഫൻസിലേക്ക് പോകുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവൻസിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സ്റ്റീഫൻസ്. അപ്പോൾ അവിടെ നിന്നുള്ള എക്സ്പോഷർ, അവിടെ നിന്നുള്ള ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ്, ഒരു ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ളത്, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ആൽബർട്ട് ഏട്ടൻ, ഞങ്ങളുടെ ഒരു ക്രൗഡ് ഫോം ചെയ്യുന്നത് കോളേജിൽ തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ എൻ്റെ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ടുള്ള എല്ലാം ഈ ഒരു ലൈഫ് ടൈമിലാണ് സെറ്റ് ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെല്ലാം കൂട്ടിയെടുത്ത് UPSCയിലേക്ക് ചാനലൈസ് ചെയ്യേണ്ട മാത്രം ഡ്യൂട്ടി എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സോ അതായിരുന്നു സോഫാർ ആ ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, എപ്പോഴാണ് സിവിൽ സർവീസിലേക്കുള്ള ഒരു ബാർ സെറ്റ് ചെയ്യുന്നത്? കാരണം അജയുടെ ഫോറിൻ യൂണിവേഴ്സിറ്റിക്കുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പം യുവർ ഡെസ്റ്റിനേഷൻ വാസ് സംതിങ് ഡിഫറെൻറ്റ്. പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് ഇങ്ങോട്ടൊരു ചാൻസ് ആയിട്ട് ഉണ്ടായത്? എനിക്ക് തോന്നുന്നത് ഞാൻ മോറോലെസ് ടീച്ചിങ് റിസർച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും ഗ്രൗണ്ടിൽ ചെയ്യാതെ ഒരു പക്ഷേ എനിക്ക് ഫുൾ ടൈം ഒരു റിസർച്ചറായിട്ട് നിലകൊള്ളാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു ഓറിയൻറ്റേഷൻ, ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്നത് സബോൾട്ടൺ ലിറ്ററേച്ചർ, അങ്ങനത്തെ ഒരു നേച്ചറാണ്. അപ്പോൾ കുറച്ചുകൂടി ജനങ്ങളുമായി ഇഴകിച്ചേർന്ന് അതിൽ സന്തോഷം കണ്ടുപിടിക്കുന്ന ഒരാളാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു കോളേജിൻ്റെ 5th സെമിസ്റ്ററിലാണ്. അപ്പോൾ ചേട്ടൻ എപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഡിസംബർ മാസം 2019 ചേട്ടന് മെസ്സേജ് അയക്കുന്നു. എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മ 2019 ഡിസംബർ 31, 2020 ജനുവരി 1 ആകാതെ 31 ചേട്ടൻ പോളിറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് അയച്ചു തരുന്നു. അത് അപ്പോൾ ഇരുന്ന് വായിക്കുന്നു എന്നുള്ള എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡൽഹിയിലെ കൊടും തണുപ്പിൽ. സോ അങ്ങനെയാണ് എൻ്റെ ഒരു ഓറിയൻറ്റേഷൻ പറയുന്നത്. ഗ്രൗണ്ടിൽ എന്തെങ്കിലും ചെയ്യണം, അല്ലാതെ എൻ്റെ ഒരു സെൽഫ് അതായിരിക്കും കുറച്ചുകൂടി എംബ്രേസ് ചെയ്യുക, ഇഷ്ടപ്പെടുക എന്നുള്ള സാധനം തിരിച്ചറിഞ്ഞപ്പോഴാണ് UPSC നോക്കാം ഒരു കൈ എന്നുള്ളത്. അജയുടെ ഈ ഒരു ഡൈവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അജയ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിൽ അഡ്മിഷൻ കിട്ടിയ ആളാണ്. കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ലീഡർഷിപ്പ് പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അജയ്, അല്ലെ? ഷാങ്ഹായ് യൂണിവേഴ്സിറ്റിയിലും എനിക്ക് തോന്നുന്നു അഡ്മിഷൻ കിട്ടിയിരുന്നു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഷാങ്ഹായ് ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു. പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്കൊന്നും പോകാതെ IAS നിശ്ചയിച്ചുറപ്പിച്ച് DDISലേക്ക് എത്തുകയായിരുന്നു അജയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ടോക്സ് ലോട്ട് അബൌട്ട് യുവർ അക്കാഡമിക് മെറിറ്റ്, റൈറ്റ്? അപ്പോൾ പഠിക്കുന്ന ഒരു പഠിപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ അജയ്ക്ക്? ഞാൻ പഠിക്കും, പക്ഷേ അതേസമയം ഈ ഒരു ഭയങ്കര സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയി നടക്കുന്ന ഒരാളല്ല. ഞാൻ ഭയങ്കരമായിട്ട് സോഷ്യൽ സർക്കിൾ, ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളൊക്കെ വലിയ ലോങ് ലിസ്റ്റ് ഓഫ് സർക്കിളാണ്. അതുകൊണ്ട് എല്ലാത്തിലും ഇൻവോൾവ് ആവുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെ ഒരു ബുജി ടൈപ്പായി നടന്ന ആളല്ല. പിന്നെ ഐ തിങ്ക് സ്റ്റീഫൻസിൽ പോയപ്പോൾ ഞാൻ ലേൺ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു നല്ല ടീം പ്ലെയർ ആയിട്ട് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള സാധനമൊക്കെ ക്വാളിറ്റിയൊക്കെ കിട്ടിയത് നോട്ട് ബീങ് ഞാൻ ബുജിയായിട്ടല്ല, മറിച്ച് ഞാൻ ബാക്കിയുള്ളവരിൽ നിന്ന് കുറേ ലേൺ ചെയ്യാനുണ്ട് എന്നുള്ളൊരു റിസപ്റ്റീവ് മൈൻഡിൽ നിന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിവിൽ സർവീസിലേക്ക് കയറി വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അജയനെ എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത് എപ്പോഴും സംശയിക്കുന്ന അജയ് എന്നുള്ള രീതിയിലാണ്. കാരണം ചേട്ടാ ഇത് ഞാൻ തീർന്നിട്ടില്ല, ഇതിന്ന് ഇപ്രാവശ്യം ഈ പരീക്ഷ എഴുതണോ എന്നൊക്കെയുള്ളതാണ് അജയുടെ എപ്പോഴും ഉള്ള ഒരു സംശയങ്ങൾ. ഒരു ഡൗട്ടിങ് ആയിട്ടുള്ള ഒരു അജയനെയാണ് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത്. അപ്പം ഈ ഡൗട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തെ എങ്ങനെയാണ് പിന്നീട് ഇത് ഓവർകം ചെയ്തത്? കാരണം എനിക്ക് തോന്നുന്നു 1ാമത്തെ 2ാമത്തെ അറ്റംപ്റ്റിലും ഈ ഡൗട്ട് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, 3ാമത്തെ അറ്റംപ്റ്റിലും സ്ട്രോങ് ആയിരുന്നു, 4ാമത്തെ അറ്റംപ്റ്റിലൊക്കെ ആകുമ്പോഴാണ് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് വരുന്നത്. അതെങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടായത്? ഡൗട്ടിന്റെ ഒരു സിനാരിയോ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. 12th പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇതെനിക്കൊരു ഓൾ ഇന്ത്യ റാങ്ക് എടുക്കാമെന്നുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഇൻ ബിറ്റ്വീൻ എനിക്ക് തോന്നി ഞാൻ റഷ് ചെയ്യുന്നുണ്ട്. 2020 പ്രത്യേകിച്ച് ഒരു കോഴ്സ് എടുക്കാതെ ഞാൻ ഡയറക്റ്റ്ലി പോയി ചെയ്യുമായിരുന്നു. പക്ഷെ താങ്ക്ഫുള്ളി അത് വർക്ക് ചെയ്തിട്ടുണ്ടായി, ഫിലിംസും മെയിൻസും വർക്ക് ചെയ്തു. പക്ഷേ അതിൽ തന്നെ ഞാൻ കുറേ സ്ട്രെസ്ഡ് ആയിട്ടുണ്ടായി. അപ്പോൾ 21 MAയുടെ കൂടെ അപ്പോൾ ഈ 2 വള്ളത്തിൽ കാല് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ കുറേ എക്സ്റ്റേണൽ സ്ട്രെസ്സ് കൊണ്ടാന്ന് തോന്നുന്നു അന്ന് ഡൗട്ടായത്. പക്ഷേ 23 ആയപ്പോഴത്തേക്കും എനിക്കറിയാം ഞാനൊരു കോഴ്സ് ചെയ്തു, ലീഡിന്നൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം എനിക്ക് എത്തേണ്ട ക്ലാരിറ്റി എന്നിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 24 ആകുമ്പോഴത്തേക്ക് ആൻസർ റൈറ്റിംഗ് എല്ലാം ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മിസ് ഔട്ട് ആകാതെ എല്ലാ പ്രോഗ്രാമിലും ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ്, ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് 2 അറ്റംപ്റ്റ്സിൽ ഞാൻ ആ പ്രോസസ്സിലേ ഇല്ലായിരുന്നു, ഞാൻ ആ ഔട്ട്കംസിലേക്ക് ഫോക്കസ് ചെയ്ത് മാത്രം ഇരിക്കുകയായിരുന്നു.
പക്ഷേ 22 ആകുമ്പോഴത്തേക്ക് പ്രൈം കോഴ്സ് ചെയ്തു, 23 ബൗൺസ് ബാക്ക് ചെയ്യുന്നു, 24 വീണ്ടും മെയിൻസ് ആൻസർ അല്ലെങ്കിൽ മെയിൻ സ്കില്ലറിലേക്ക് വരുന്നു. സോ ആ പ്രോസസ്സ് ഞാൻ കൃത്യമായി ചെയ്യുന്നു എന്നുള്ളിടത്തിലാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അജയ് സിവിൽ സർവീസിന് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഓക്കെ, ലീഡ് IAS എടുക്കുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് ഹാസ് ബിക്കം എ വെരി ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ഇൻ ദ ജേർണി. അതെ. അപ്പം അജയ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ലേണിംഗ് എക്കോസിസ്റ്റം. സോ ഈ ലേണിംഗ് എക്കോസിസ്റ്റം ലീഡ് IASലെ എങ്ങനെയാണ് അജയനെ ഷേപ്പ് ചെയ്തത് ആ ജേർണിയിൽ? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ വന്ന് ജസ്റ്റ് ലൈക്ക് ഒരു നല്ല ടീം പ്ലെയർ പോലെ നമ്മളൊരു എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി റിസപ്റ്റീവായി ചെയ്യുക എന്നുള്ളത് മാത്രമേ ലീഡിൽ വരുമ്പോൾ ആ ഈക്കോസിസ്റ്റം വിൽ ടേക്ക് കെയർ ഓഫ് അവർ സെൽസ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെ കേസിൽ വരികയാണെങ്കിൽ രാവിലെ വാം-അപ്പ് സെഷനിൽ നമുക്ക് ആ ദിവസത്തിൻ്റെ ക്ലാരിറ്റി, എന്ത് ചെയ്യണം, എവിടെ പഠിക്കണം, എവിടെ എംഫസൈസ് ചെയ്യണം. ഇപ്പോൾ UPSC എല്ലാവർക്കും ഒരു മിത്തുണ്ട്, സൂര്യൻ്റെ താഴെല്ലാം പഠിക്കണം. പക്ഷെ അങ്ങനെയല്ല, ഓരോ സബ്ജക്റ്റിനും UPSC ചോദിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് ചേട്ടൻ PYQ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും രാവിലെ വാം-അപ്പ് സെഷനിൽ. അപ്പോൾ അത് തന്നെ റുട്ടീനാണ്. രാവിലെ 5 മണിക്ക് വാം-അപ്പ് മെസ്സേജ് വരുമ്പോൾ നമ്മളത് കേട്ട്, അപ്പോൾ ഞാനൊരു മോർണിംഗ് പേഴ്സണാണ്, അപ്പോൾ എനിക്ക് ഒരു 7 മണിയാകുമ്പോൾ തന്നെ എനിക്ക് ഇന്നെന്താ ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ കൂടെ ഓടുക എന്നുള്ളതാണ് ഏറ്റവും. ഉച്ചയ്ക്ക് വാം-അപ്പ് സെഷൻ, അഗൈൻ കറണ്ട് അഫെയർ സെഷൻ ഉണ്ട്, രാത്രിയാകുമ്പോൾ ഒരു വൈൻഡ് അപ്പ് സെഷൻ ഉണ്ട്. മെയിൻ സ്കില്ലറിലേക്ക് വരുമ്പോൾ ഡെയിലി ആൻസർ റൈറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കറണ്ട് അഫെയർസ് എൻറിച്ച്മെൻറ്റ് സെഷൻ ഉണ്ട്, കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും വേറെ സെപ്പറേറ്റ് സെഷൻസ് ഉണ്ട്, ആക്റ്റീവ് റീകോളിന് സെഷൻ ഉണ്ട്. സോ എന്താണ് UPSCക്ക് ഡിമാൻഡ് ചെയ്യുന്നത് അതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഈക്കോ സിസ്റ്റം വൃത്തിക്ക് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരൊറ്റ ടെസ്റ്റ് മിസ് ചെയ്തിട്ടില്ല ഈ ഒരു അറ്റംപ്റ്റിൽ. കാരണം കഴിഞ്ഞ തവണ ഞാൻ കുറച്ച് കോംപ്രമൈസ് ചെയ്തിരുന്നു സോഷ്യോളജിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇത്തവണ ഈ മെഡിറ്റേ പോയിന്റ്, കാരണം GSൽ കുറഞ്ഞുകൊണ്ട് തന്നെ ഒറ്റ ടെസ്റ്റോ ഒറ്റ ഫീഡ്ബാക്കോ ഒന്നും മിസ്സാതെ ചേട്ടനെയും ശരത് സാറിനെയും അതേപോലെ നെവിനെയും എപ്പോഴും ഞാൻ പേപ്പർ കാണിക്കുമായിരുന്നു. സോ ആ ഈക്കോ സിസ്റ്റം വൃത്തിക്ക് ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ദാറ്റ് വിൽ ഇറ്റ് സെൽഫ് ടേക്ക് കെയർ ഓഫ് അവർ സെൽസ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെയിൻ അജണ്ട ഈ വർഷത്തെ. സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അജയ് ഇപ്പം 4 അറ്റംപ്റ്റ് ആയി. അപ്പം അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് സജഷൻസ് ആണ് ആക്ച്വലി കൊടുക്കാനുള്ളത്? ഒന്നെന്ന് പറയുന്നത്, നമ്മളൊരിക്കലും അറ്റംപ്റ്റിൽ റഷ് ചെയ്യരുത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ UPSCക്ക് ഫേവറേറ്റ് ഉള്ള കുറേ പ്രയോറിറ്റി ഏരിയാസ് ഉണ്ട്, അത് മനസ്സിലാക്കുക. അതായിരിക്കും പ്രിലിംസിന് എന്താ ഡിമാൻഡ് ചെയ്യുന്നുള്ള ക്ലാരിറ്റി അവർക്ക് കൊടുക്കുന്നത്. മെയിൻസിലേക്ക് വരുമ്പോൾ ആൻസർ റൈറ്റിംഗിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ്, അതായത് കൺവെൻഷണൽ ട്രെൻഡ് അല്ല. ഇപ്പോൾ നമ്മൾ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു പെസ്റ്റൽ അപ്രോച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് റീസൺസ് മാത്രമല്ല, അതിൽ ന്യൂവാൻസ് ആയിട്ടുള്ള എന്തൊക്കെയാണ് മെക്കാനിസം ഓരോ ടോപ്പിക്സും. കാരണം കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് ഓരോ ആൾക്കാർ എഴുതുന്ന ആൻസേഴ്സ് അന്നന്ന് ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുകയാണ്. അപ്പോൾ ആ ക്വാളിറ്റി ഡൈനാമിക്സ് അറിയുക. പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം അവർ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ എന്താണ് UPSC ഡിമാൻഡ് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക, റാദർ ദാൻ ഒരു ഫോൾസ് നാരേറ്റീവിൽ ആരെങ്കിലും എന്തെങ്കിലും ക്ലീഷായിട്ട് പറയുന്ന കാര്യങ്ങളിൽ ട്രാപ്പ് ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അജയ്, നമുക്കിനി കുറച്ചൊരു അക്കാഡമിക് ഡിസ്കഷൻസിലേക്ക് വരാം. ഷുവർ സർ. പ്രിലിമിനറി എക്സാം, വാട്ട് ഈസ് യുവർ സ്ട്രാറ്റജി? ഞാൻ 24-ലും 25-ലും ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയിൽ വർക്ക് ചെയ്യുന്ന കാരണം എൻ്റെ ആക്ച്വൽ സ്റ്റഡീസ് തുടങ്ങുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ്, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ആ വെക്കേഷന് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന ഒരു പ്ലാനായിരുന്നു UPSC പ്രിലിംസിൻ്റെ അൾട്ടിമേറ്റം എന്ന് പറഞ്ഞിട്ട് ഫൈനൽ റൗണ്ട് ഓഫ് റിവിഷൻസ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ദിവസവും ആ ഷെഡ്യൂൾ തന്നെ ഫോളോ ചെയ്യും. പ്ലസ് ഒരു 9 to 11 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഇന്ന് ഈ ആർട്ട് ആൻഡ് കൾച്ചറിൽ ബുദ്ധിസം ജൈനീസ് ആണ് പഠിക്കേണ്ടതെങ്കിൽ ആ ബുദ്ധിസം ജൈനീസ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്യും. പക്ഷേ സോൾവ് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ്. ഇപ്പോൾ ചില ടോപ്പേഴ്സ് ചെയ്യുന്ന ഒറ്റയടിക്ക് സോൾവ് ചെയ്യും. ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ചു പോകും. കാരണം എൻ്റെ ലോജിക്ക് എന്ന് വെച്ചാൽ തെറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയെന്ന്, ശരിയായി കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എങ്ങനെയാണ് ശരിയായെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ കുറേ കണ്ടൻറ്റ് നമുക്ക് കിട്ടും. നമ്മൾ ബ്രെയിൻ കുറച്ചുകൂടി ആക്റ്റീവ് ആയിരിക്കും ഈ സാധനങ്ങൾ റിസീവ് ചെയ്യാൻ. റാദർ ദാൻ ഇപ്പോൾ 100 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് 100ൻ്റെയും എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ ചിലപ്പോൾ നോളജ് ഫ്ലഡ് ആകാൻ ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്യും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം CSAT, പിന്നെ രാത്രി ഈ നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് തെറ്റിപ്പോയ ഏരിയാസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ലെറ്റ്സ് ഡിഫറെൻറ്റ് സെക്ട്സ് ഇൻ ബുദ്ധിസം, ആ സെക്റ്റുകൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് UPSC ചോദിച്ചിട്ടുള്ളത് അതാണ്. പിന്നെ UPSC ക്ലാസിക്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. കാരണം ലോജിക്കൽ ബിൽഡിങ്ങിന് അതൊരു മസ്റ്റാണ്, നോബഡി ക്യാൻ സ്കിപ്പ് ഇറ്റ്. അതുകൊണ്ട് അതും ആസ് ഇൻ വെൻ ലീഡിൽ എപ്പോഴാണോ ഷെഡ്യൂളിൽ വരുന്നത് സെഷൻസിൻ്റെ അതിൻ്റെ കൂടെ ഞാൻ കാണുമായിരുന്നു. മെയിൻസ് എക്സാമിലേക്ക് വരാം. വാട്ട് വാസ് ദ അപ്രോച്ച്? Approach was simply following lead in the schedule.
കാരണം അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഇല്ല. ഡെയിലി ആൻസർ റൈറ്റിംഗ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം PYQൻ്റെ കൃത്യമായ പാറ്റേണും അത് വെച്ചിട്ട് എങ്ങനെ UPSC ഇനി ഫെർദർ ചോദിക്കാം, അങ്ങനെ ചോദിക്കുമ്പോൾ എങ്ങനെ പോയിന്റ് ജനറേറ്റ് ചെയ്യണം എന്നുള്ള ഫ്രെയിം വർക്ക്, ഇത് മൂന്നും ഇപ്പോൾ ശരത് സാറിൻ്റെ സെഷൻ ആണെങ്കിലും ചേട്ടൻ്റെ എത്തിക്സ് സെഷൻ ആണെങ്കിലും അത് എല്ലാ ദിവസവും വന്ന് എഴുതുമായിരുന്നു. അതേപോലെ കറണ്ട് അഫയേഴ്സ് എൻറിച്ച്മെൻറ്റ്. അപ്പം അതിൽ ഞാനായിട്ട് ഒരു സാധനം ഞാനായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടില്ല. ലീഡിൻ്റെ ടെസ്റ്റുകൾ എഴുതുക, അതേപോലെ എക്സാമിന് മുമ്പുള്ള ബ്രീഫിംഗ് സെഷൻസ്, ആ സബ്ജക്റ്റിൻ്റെ എത്ര വെയിറ്റേജ് ആണ് വന്നിട്ടുള്ളത്, അതിൻ്റെ PYQ അനാലിസിസിൻ്റെ ട്രെൻഡ് എന്താണ്, ഈ 2-3 വർഷമായിട്ട് UPSC ഏത് ഏരിയയിലാണ് ചോദിക്കുന്നത്. സോ അതിൽ ഞാൻ മെയിൻ സ്കില്ലർ കൃത്യമായിട്ട് ഫോളോ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി. മെയിൻസിൽ ഇപ്പം പലവട്ടം പറയുന്നത് ഫ്രെയിം വർക്ക് അപ്രോച്ച് എന്നുള്ളത്. അപ്പം ലീഡിൻ്റെ ഒരു സീക്രട്ടും കൂടിയാണ് ഫ്രെയിം വർക്ക്. കാരണം നമ്മൾ 2020 തൊട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അക്കാഡമിക് മെത്തേഡാണ് ഫ്രെയിം വർക്ക് ട്രെയിനിങ്. സോ അജയ് എങ്ങനെയാണ് ഫ്രെയിം വർക്ക് ട്രെയിനിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഞാൻ ഫ്രെയിം വർക്കിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഫ്രെയിം വർക്ക് ഒരു കോൺഫിഡൻസ് കൺവിക്ഷൻ ബിൽഡ് ചെയ്തൊരു സാധനം എന്ന് വെച്ചാൽ നെവിൻ്റെ റിസൾട്ട്സ് ആയിരുന്നു. കാരണം നെവിൻ ആ വർഷം 820 ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് പോലും 2023 825 മെയിൻ സ്കോർ കിട്ടിയ ഒരാളാണ്. അവൻ ഫുള്ളി റിലേ ചെയ്തിട്ടുള്ള ലീഡിൻ്റെ ഈ ഫ്രെയിം വർക്കിലായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്രെയിം വർക്ക് ഇപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചേട്ടൻ പറഞ്ഞൊരു അനാലജി ഉണ്ടല്ലോ, അതായത് നമ്മളൊരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നമ്മൾക്ക് പോയിന്റ് ഫെച്ച് ചെയ്യാനുള്ള കാലാൾപ്പട, അതായത് നമ്മളെ വെപ്പണായിട്ടുള്ള പോയിന്റ്സിനെ കൊണ്ടുവരാൻ പോകുന്ന കാലാൾപ്പടയാണ് ഈ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തോട്ട്സ് വളരെ ഫാസ്റ്റ് ആക്കാനും, കാരണം എത്ര കൂടുതൽ പോയിന്റ്സ് എഴുതുന്നു അത്രയും മാർക്ക് കിട്ടും എന്നുള്ളതായിരുന്നു GSൻ്റെ ഒരു അപ്രോച്ച് ഉണ്ട്. അത് ഞാൻ നെവിൻ്റെ അടുത്ത് എടുത്തതും ചേട്ടൻ പറഞ്ഞതും വെച്ചിട്ടാണ് ഞാൻ ആ ഒരു അപ്രോച്ചിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ ക്വിക്കായിട്ട് പോയിന്റ് അത്രയും ഷോർട്ട് പീരീഡിൽ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫ്രെയിം വർക്ക് വെക്കണം. അതിന് പക്ഷേ ഓർഗാനിക് ആയിട്ടുള്ളൊരു മെക്കാനിസം. ഇപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ആണെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നെവിൻ പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മളൊരു രാവിലെ ദിവസം എഴുന്നേൽക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ, ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്മാർട്ട് ഫോണിൽ അലാം അടിയും. അപ്പോൾ സ്മാർട്ട് ഫോൺ, അപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ വരുന്നു, ഫോറിൻ കമ്പനീസ് എങ്ങനെ വരുന്നു, ഗ്ലോബലൈസേഷൻ ഇമ്പാക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പല്ല് വയ്ക്കാൻ പോകുന്നു. അപ്പോൾ ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, എഗൈൻ ഇന്ത്യൻ കമ്പനീസ് ആകാം, അതിപ്പോൾ മാനുഫാക്ചറിങ്ങിന് ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസ് ആയിരിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പത്രം വായിക്കാൻ പോകുന്നു. പത്രം വായിക്കുമ്പോൾ മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ലാംഗ്വേജിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളുണ്ട്, അവിടെ ഗ്ലോബൽ ന്യൂസുകൾ നമ്മൾ വായിക്കുന്നു. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡ് മാഗി ആകാം, ഇപ്പി ആകാം. സോ അതൊരു ഗ്ലോബലൈസേഷൻ ഇമ്പാക്റ്റ് ആണ്. അവിടെ നിന്ന് നമ്മൾ ലെറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നു, അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടുന്നു, ജീൻസും കുർത്തിയാകാം. സോ ഇതാണ് ഓർഗാനിക് അപ്രോച്ച്. ഒരു ഫ്രെയിം വർക്കിൽ ഒരു അപ്രോച്ചാണിത്. ഓർഗാനിക്കായിട്ട് ചിന്തിക്കുക. രാവിലെ എഴുന്നേൽക്കുന്ന തൊട്ട് ഒരാളുടെ ജീവിതത്തിൽ അയാൾ കടന്നു പോകുന്നതെല്ലാം ഗ്ലോബലൈസേഷൻ ഇമ്പാക്റ്റ് ആയിരിക്കും. സർവീസ് പെട്ടെന്ന് സടപടെ പോയിന്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു സാധനം എൻ്റെ ലേണിങ്ങിനെ വളരെ എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കോർത്ത് പഠിക്കുക എന്നൊക്കെ പറയില്ല. അപ്പോൾ ചേട്ടൻ പറയുന്ന പോലെ ആ ന്യൂറൽ കണക്ഷൻ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്ലോബലൈസേഷൻ പെട്ടെന്ന് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ന്യൂറൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഉറപ്പായിട്ട് ഈ ഫ്രെയിം വർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രെയിം വർക്ക് കൊണ്ട് മാത്രം ഉത്തരം എഴുതാൻ പറ്റില്ല, കണ്ടന്റും കൂടെ വേണമല്ലോ. എനിക്കൊന്ന് അജയുടെ പേപ്പർ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അജയുടെ മുമ്പത്തെ അറ്റംപ്റ്റിൽ പോയിന്റുകൾ ഉണ്ട്, പക്ഷേ കണ്ടന്റ് ആസ് സച്ച് കുറവായിരുന്നു. നമ്മളിപ്പോഴും ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യം. പക്ഷേ ഈ അറ്റംപ്റ്റിലേക്ക് വന്നപ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. സോ അതെങ്ങനെയാണ് പിന്നെ ബിൽഡ് ചെയ്തത് കണ്ടന്റ്? അതിന് ഞാൻ ചെയ്തിട്ടുള്ളത് ബേസിക്കലി നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് കണ്ടന്റ് ഫെച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ശരത് സാറാണെങ്കിലും ഒരുപാട് റിസർച്ച് ചെയ്തിട്ട് അതിലിപ്പോൾ ബെസ്റ്റ് പ്രാക്ടീസസ്, ഡേറ്റ, അതേപോലെ ഇൻ്റർനാഷണൽ കൺവെൻഷൻസ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഒരു ആൻസറിൽ ഇത്രയും കീവേഡ്സ് വരണം. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ വാട്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മിഹിർ ഷാ കമ്മിറ്റി റിപ്പോർട്ട് എന്തായാലും പറയണം, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയണം. ശരത് സാറ് ലൈക്ക് ടൈം ആൻഡ് അഗൈൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ലീഡിൻ്റെ ആൻസർ കീ, ഞാൻ ലീഡിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട്, ലീഡിൻ്റെ കഴിഞ്ഞ വർഷത്തെ മെയിൻ സ്കില്ലറിൻ്റെ ക്വസ്റ്റ്യൻ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തന്നെയുള്ള ഡേറ്റ ഇങ്ങനെ ഓരോ GS 1 2 3 4 ടെലിഗ്രാം ഗ്രൂപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ കിട്ടുന്ന ഡാറ്റ ഒക്കെ അതിലേക്ക് കയറ്റി എഴുതി വെക്കുമായിരുന്നു. സോ അങ്ങനെ ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ഞാൻ കണ്ടന്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു, എന്നിട്ട് അത് ഡെലിബറേറ്റ്ലി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻസറിലേക്ക് അത് വരികയും ചെയ്യും. അപ്പോൾ വൺസ് അത് ആൻസറിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് പോയിന്റ്സ് കിട്ടും. പിന്നെ അതുപോലെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഓരോ നമുക്ക് ഡെയിലി ആൻസർ റൈറ്റിംഗ് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് എൻറിച്ച്മെൻറ്റ് സെഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ചേട്ടൻ തന്നെ പറയാറുണ്ട്, ഇന്ന ഡാറ്റകൾ വരണം, ഇന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു കീവേഡ് അവർ ആ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റിവൈസ് ചെയ്തിട്ട് ആ ആഴ്ച എഴുതുന്ന ടെസ്റ്റിൽ കൊണ്ടുപോയി ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. വൺസ് അത് ഞാൻ എഴുതി കഴിഞ്ഞാൽ അതെൻ്റെ മെമ്മറിയിൽ ഫോർ എവർ കിടന്നോളും. അപ്പോൾ ഈ വർഷം അങ്ങനെയായിരുന്നു, ഞാൻ എഴുതുമ്പോൾ ഈ ഡാറ്റ മൊത്തം അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. റിവിഷൻ എങ്ങനെ ചെയ്തോട്ടെ? എത്ര വട്ടം റിവിഷൻ ചെയ്യും ഒരു മെയിൻസിൻ്റെ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ്? ആദ്യം നമ്മൾ സെക്ഷനിലായിട്ട് പോയി,
ഓരോ സെക്ഷണൽ ടെസ്റ്റുകൾ എഴുതി അതിൻ്റെ കൂടെ ജസ്റ്റ് അത് ചെയ്തു പോകുന്നതായിരുന്നു. എന്നിട്ട് സെക്കൻഡ് റൗണ്ട്, അതായത് ഫസ്റ്റ് ടെസ്റ്റ് നമുക്കൊരു 8 ടെസ്റ്റോളം ഉണ്ട് ഓരോ സബ്ജക്റ്റുകൾക്കായിട്ട്. അത് കഴിഞ്ഞിട്ട് GS 1, 2, 3, 4 ഒരു 1 വീക്ക് ഗ്യാപ്പിൽ ആ സമയത്ത് സെക്കൻഡ് റൗണ്ട് റിവിഷനും, അത് കഴിഞ്ഞിട്ട് ഒരു എല്ലാം കൂടെ കമ്പൈൻഡ് ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ 4 ടെസ്റ്റുകൾ ഒരുമിച്ച് വരും. അപ്പോൾ എൻ്റെ തേർഡ് റൗണ്ട് റിവിഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഞാൻ ഈ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ മെറ്റീരിയൽ, ഷഡ് സാർ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ, അത് ലാസ്റ്റ് ലെഗ് ഒരു 10 ഡേയ്സിൽ ഒരു ദിവസം 5 ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ 50 ദിവസം നമുക്ക് ഉണ്ടായിരുന്നത്. 50 ദിവസം ലാസ്റ്റ് 10 ഡേയ്സിൽ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇന്റർവ്യൂവിലേക്ക് വരാം. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UPSCയുടെ മാർക്കിന്റെ വേരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 100 മാർക്സ് വ്യത്യാസമുണ്ട് ടോപ്പ് മാർക്ക് കിട്ടുന്ന ആളും അതോടൊപ്പം തന്നെ ലെസ് മാർക്ക് കിട്ടുന്ന ആളും തമ്മിൽ. അത്രമാത്രം റെലവൻസ് ഇന്റർവ്യൂവിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അജയ് എങ്ങനെയാണ് ഇന്റർവ്യൂവിന് തയ്യാറെടുത്തത്? ഇന്റർവ്യൂവിന് ഒന്നെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇൻഹെറൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ ടീച്ചിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രാക്ഷൻ അതേപോലെ കമ്മ്യൂണിക്കേഷൻ എനിക്കുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാനിവിടെ ജിതിൻ ചേട്ടൻ്റെ കൂടെ കമ്മ്യൂണിക്കേഷൻ ട്രെയിനർ ജിതിൻ ചേട്ടൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ജിതിൻ ചേട്ടൻ ഇങ്ങനെ ഫൈൻ ആയിട്ടുള്ള കുറേ ഫൈൻ ട്യൂണിങ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ റിസപ്റ്റീവ് ആവണം, അല്ലെങ്കിൽ എവിടെ എൻ്റെ കുറച്ചുകൂടി ഒരു എറ്റിക്കേറ്റ്, ഒരു സൊഫിസ്റ്റിക്കേഷൻ കൊണ്ടുവരാന്നുള്ളൊരു സാധനം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ചേട്ടൻ തന്നെ ഡിവൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റി ഹൈലൈറ്റിംഗ് മൊഡ്യൂൾ. അപ്പോൾ അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാഷ്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഹൗ ആർ യു, ഹൗ ഡു യു ഫീൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് വെറുതെ ജസ്റ്റ് ഒരു ആൻസർ പറയാതെ പ്രൊജക്റ്റ് യുവർ പേഴ്സണാലിറ്റി. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും അവരെന്നോട് ആദ്യം ചോദിച്ചത് BB സ്വൈൻ സാറിൻ്റെ ബോർഡായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഹൗ ആർ യു അജയ്, കാരണം കഴിഞ്ഞ വർഷം പുള്ളിയായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ചെയർപേഴ്സൺ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മൈൻഡിൽ വേണ്ട ഇതൊരു കാഷ്വൽ ക്വസ്റ്റ്യൻ ആണ്, സോ ഇവിടെ ഞാൻ ലെവറേജ് ചെയ്യണം. അപ്പോൾ തന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാർ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ബാക്ക് ടു ബി ഇൻ ധോൽപൂർ ഹൗസ്. അപ്പോൾ തന്നെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ചിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഐ ഹാവ് ടേക്കൺ എൻ എഡ്ജ് ഹിയർ. ആ എഡ്ജിലാണ് ഇനി ഞാൻ ഫർദർ ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെന്താണ് അപ്രോച്ച് വേണ്ടത്. ഇപ്പോൾ എൻ്റെ ബോർഡിൽ തന്നെ ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു സാർ ഉണ്ടായിരുന്നു. സാർ ഒരു മോണോലോഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് തരുന്നത്. സാറ് കുറേ സംസാരിക്കും, സാറിൻ്റെ ഒബ്സർവേഷൻസ് പറയും. അപ്പോൾ ആ സമയത്ത് എനിക്കറിയാം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മോണോലോഗ് വരുമ്പോൾ നമ്മൾ ഒരു ആക്റ്റീവ് ലിസണർ ആണോ എന്നുള്ളതാണ് അവരൊന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഐ വാസ് ലിസണിങ് ടു വാട്ട് എവർ ഹി വാസ് സേയിങ്. എന്നിട്ട് ആൾ പറഞ്ഞിട്ട് ഞാൻ ആ പറഞ്ഞ സ്ഥാനത്ത് ഒരു 1 ലൈനറിൽ സമ്മറൈസ് ചെയ്തിട്ട് എൻ്റെ ഒപ്പീനിയൻ പറയുമായിരുന്നു. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഉള്ളൊരു അപ്രോച്ച് ചേട്ടൻ്റെ ആ ഒരു 8 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഞാൻ ഡിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ജിതിൻ ചേട്ടൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്, ഇത് രണ്ടുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ആഡിങ് ടു ദാറ്റ് ഇത്തവണ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അറ്റംപ്റ്റിൽ നത്തിങ് ഷുഡ് ഗോ റോങ് എന്നുള്ളത് എൻ്റെ ഒരു ഫേം കൺവിക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ മെയിൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം സർവീസ് കയറി, എന്നാൽ ഈ വർഷം വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയ ആൾക്കാർക്ക് ഫൗണ്ടേഷൻ UPSC വിളിച്ചു. സാധാരണ അങ്ങനെ വരാറില്ല, സെപ്റ്റംബർ മാസത്തെ വിളിച്ചു. അപ്പോൾ ഞാൻ അന്ന് ഫൗണ്ടേഷന് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ ഈ ഫൗണ്ടേഷന് പോയി അവിടെയുള്ള സർവീസ് കിട്ടിയ കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് ആ ഒരു ഓഫീസർ ലൈക്ക് ക്വാളിറ്റി ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് വേണം ഞാൻ ഇൻ്റർവ്യൂവിന് പോകാൻ. അതായിരിക്കണം ഞാൻ അവിടെ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. കാരണം ഞാനൊരു സർവീസ് കാൻഡിഡേറ്റ് ആണ്, ആ ഒരു എഡ്ജ് ഞാൻ അവിടെ കാണിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതെനിക്ക് തോന്നുന്നു ആ ഫൗണ്ടേഷൻ്റെ ട്രെയിനിങ്ങിന് പോയപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പെർസ്പെക്റ്റീവ്സ്, നല്ല കുറേ സൗഹൃദങ്ങൾ, അവരെടുത്തിട്ടുള്ള അപ്രോച്ച്, ഇതെല്ലാം കൂടിയായിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ടേബിളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അജയ്, നമ്മുടെ അക്കാഡമിക് ലൈഫിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ് നമ്മുടെ പേഴ്സണൽ ലൈഫും. അപ്പം അജയുടെ ഒരു ലൈഫിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നിർണായകമായിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അജയുടെ ഒരു നെറ്റ്വർക്കാണ്. അതിൽ ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്, ആൻഡ് യു ആർ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് ദം. ആൻഡ് ലീഡിലും അങ്ങനെ ഒരു വലിയൊരു സർക്കിൾ അജയുടെ ചുറ്റും എപ്പോഴും ഉണ്ട്. ആൻഡ് അവരെങ്ങനെയാണ് അതിനകത്തേക്ക് സഹായിച്ചത്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളൊരു മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു സർക്കിളായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഇപ്പം നെവിൻ, ബെഞ്ചോ ചേട്ടൻ ഓൾറെഡി 2021 കയറുന്നു. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ, ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ പ്രോഗ്രാം ഉണ്ട് ബേസിക്കലി. അതായത് ഞാനും പോളും ബെഞ്ചോ ചേട്ടനും നന്ദു ചേട്ടനും ആൽബർട്ട് ചേട്ടനും ഇരുന്നിട്ടുള്ള ഞങ്ങളൊരു 6 പേരുള്ള ഒരു ഇൻ്റർവ്യൂ ബോർഡ് ഉണ്ട്. സോ അതിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2021 നെവിനും ബെഞ്ചോ ചേട്ടനും ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് മോക്ക് ഇൻ്റർവ്യൂസ് ഷേപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ കുറേ സങ്കടങ്ങൾ, വിഷമങ്ങൾ കേൾക്കാൻ, ഇപ്പോൾ ആനന്ദിനോടൊക്കെയാണ് എൻ്റെ കൂടെ സങ്കടം, ആനന്ദിനോട് പോലെയാണ് എൻ്റെ കൂടെ സങ്കടങ്ങൾ പറഞ്ഞത്. ഭയങ്കര സങ്കടങ്ങളുള്ളൊരു മനുഷ്യരാണ് ഞാൻ. അപ്പോൾ ആ സങ്കടങ്ങളോട് ഒക്കെ അവരോട് പറഞ്ഞ് അവരൊരു, ബിക്കോസ് ഐ ബിലീവ്
നമ്മളെപ്പോലെ നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് എന്നാൽ അവർക്കൊരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് സജഷൻ നമുക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എപ്പോഴും. അപ്പോൾ അവരോട് എൻ്റെ വിഷമങ്ങളും എൻ്റെ സങ്കടങ്ങളൊക്കെ പറയും. കാരണം ചില സമയത്ത് ആൻസർ എഴുതിയാൽ ശരിയായില്ല, ചില സമയത്ത് നമുക്ക് തോന്നുന്നു ഇറ്റ്സിലൊക്കെ നടപടിയാകില്ല എന്നുള്ള സമയത്ത് അവരോട് സംസാരിക്കുക. സോ ഇങ്ങനെ ഒരു മ്യൂച്വലി അവരെന്നിട്ട് സപ്പോർട്ട് ചെയ്യും, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, ഇതായിരിക്കും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ. സോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. സോ അത് ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും കോൺഫിഡൻസ് ബിൽഡിംഗ് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2021 ബെഞ്ചോ ചേട്ടനും നെവിനും കയറുന്നു. ഈ വർഷം ആൽബർട്ട് ഏട്ടൻ KS 3rd റാങ്ക് ഹോൾഡറായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം കയറി, ഈ വർഷം വീണ്ടും റാങ്ക് ഇമ്പ്രൂവ് ചെയ്യുന്നു. സോ ആ സർക്കിളിൽ നിന്ന് ഓരോ വർഷം ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. സോ അത് ഭയങ്കര ലൈക്ക് കൺവിക്ഷൻ ആയിരുന്നു. അതായത് എന്താ പറയുക, ഞങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് 100% സക്സസ് ആണ്. ഇത്തവണ 2 ട്രെയിനീസ് ഉണ്ടായിരുന്നു. ഒന്ന് ആൽബർട്ട് ഏട്ടൻ 32 മാർക്ക് കിട്ടി ഇൻ്റർവ്യൂവിൽ, KS പിടിച്ചു. പിന്നെ ഞാൻ. അപ്പം ഞങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡ് ഭയങ്കര സ്ട്രോങ് ആണ്. ഞങ്ങൾക്ക് അഡ്വർടൈസ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ ഇൻ്റർവ്യൂ ബോർഡ് ഭയങ്കര കൺവിക്ഷനോടെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ചരിത്രത്തിലുള്ള കാര്യമാണ്. റെനോ ചേട്ടൻ്റെ അനിയൻ എന്നുള്ള രീതിയിലാണ് അജയനെ എനിക്ക് ആദ്യം പരിചയം. അതെ അല്ലേ? ചേട്ടനാണ് എനിക്ക് തോന്നുന്നു മുന്നേ നിന്ന് ആ വഴി തെളിച്ച ഒരാളെ ചേട്ടനാണ്. ഉറപ്പായിട്ടും. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഈ ജേർണിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ UPSC എന്ന് പറയുന്നത് ഓൾദോ ഒരു എക്സാമിനേഷൻ ആണെങ്കിലും നമ്മൾ അതിൽ ഇതുവരെ നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാ ക്വാളിറ്റീസിനെയും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ കൂടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റേസിംഗ് ദ ബാർ, ലൈഫിനെ തന്നെ നമ്മൾ തന്നെ ചലഞ്ച് ചെയ്ത് പുഷ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ള സാധനം ഞാൻ പഠിക്കുന്നത് ചേട്ടനാണ്. കാരണം ചേട്ടൻ ഡൽഹിയിൽ പോയി പഠിച്ച് എൻ്റെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്ത ഒരാളാണ്. സോ ഹി ഹാസ് ഗിവൺ ഓൾ ദ ബെസ്റ്റ് പോസിബിൾ ഇക്കോ സിസ്റ്റം ഫോർ മീ. അപ്പോൾ അതിൽ ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ഇതെന്നുള്ളൊരു സാധനം എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ കേൾക്കുന്ന മറ്റൊരു വ്യക്തി പുള്ളിയാണ്. സോ പുള്ളി കുറേ പെർസ്പെക്റ്റീവ്സ് തരും, ഒപ്പീനിയൻസ് പറഞ്ഞു തരും, ഈവൻ മുന്നോട്ടുള്ള വഴികൾ എങ്ങനെയായിരിക്കും സൊല്യൂഷൻസ് എന്നുള്ളത് പറഞ്ഞു തരും. സോ അങ്ങനെ ഒരു സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ട് ടു ഫോളോ അപ്പോൺ എനി പോയിന്റ് ഇൻ ക്രൈസിസ് എന്നുള്ളത് പുള്ളി തന്നെയാണ്. അതെനിക്ക് ഒന്ന് ഈ പൊതുവെ മൂത്ത മക്കൾക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കൺസേൺ ടുവേർഡ്സ് എ യങ്ങർ ബ്രദർ അല്ലെങ്കിൽ യങ്ങർ സിബ്ലിംഗ് ഇസ് ലൈക്ക് സംതിങ് ഐ ഫെൽറ്റ് ലൈക്ക് അവർ അക്വയർ ചെയ്യുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. ഓൾദോ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയാറുണ്ടല്ലോ, അതായത് ലൈക്ക് ദേ ആർ ദ എക്സ്പെരിമെൻറ്റഡ് ചൈൽഡ്, മൂത്ത മക്കൾ എന്ന് പറയുന്നത്. പക്ഷേ വട്ട് ഐ ഫെൽറ്റ് ഈസ് ദാറ്റ് ഓൾദോ ദേ ഗോട്ട് എക്സ്പെരിമെൻറ്റഡ്, അവർ മേഡ് ഇറ്റ് എ പോയിന്റ് ആ ഒരു എക്സ്പെരിമെൻറ്റേഷൻ അവരുടെ യങ്ങർ സിബ്ലിങ്ങിന് വരില്ല എന്നുള്ളത്. സോ ഐ തിങ്ക് ആ ഒരു കാര്യത്തിൽ ബ്രദർ വാസ് ലൈക്ക് ഒരു ഷീൽഡ് പോലെയായിരുന്നു എനിക്ക്. സോ ദാറ്റ് ഹി മേഡ് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഞാൻ എവിടെയും ഫോളോ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ഒരാളും കൂടിയായിരുന്നു. അജയ് ജേർണിയിൽ അജയിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത അജയുടെ ടെക്നോളജി തന്നെയായിരിക്കും. കാരണം എല്ലാ കാര്യങ്ങളിലും അജയ് ടെക്നോളജിക്കലി റിലയൻ്റ് ആയിരുന്നു. അപ്പം അതെങ്ങനെയാണ് പല ആസ്പെക്ട്സ്, പല പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ് അജയ് ഹെൽപ്പ് ചെയ്തത്? ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീൻ റീഡിങ് സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ OneNote എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിജിറ്റൽ നോട്ട് മേക്കിങ്ങിന് OneNote യൂസ് ചെയ്യും. കാരണം അതിൽ ലിമിറ്റ് ഒന്നുമില്ല, കാരണം ലൈക്ക് എവർനോട്ട്. അപ്പോൾ ഞാനൊരു മെയിൻ OneNote യൂസറായിരുന്നു. എസ്പെഷ്യലി ചേട്ടൻ്റെ മൈക്രോ ക്ലാസ്സിൻ്റെ ടോപ്പിക്സ് ഒക്കെ ഞങ്ങൾ OneNoteലായിരുന്നു ലിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ യൂസ് ചെയ്തത് ടെലിഗ്രാമിൽ ഇങ്ങനെ ഗ്രൂപ്പാക്കി GS 1-ൻ്റെ ഫാക്ട്, GS 2-ൻ്റെ ഫാക്ട്, 3-ൻ്റെ ഫാക്ട്, 4-ൻ്റെ ഫാക്ട് എന്നുള്ള രീതിയിൽ ഗ്രൂപ്പാക്കി തരും. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ടല്ലോ, ഇടയ്ക്കൊന്ന് മറ്റേ ഹോം സിനിമയിൽ പറയുന്ന പോലെ അകത്തൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുന്ന പോലെ നമ്മൾ ഫോൺ പോയി തുറന്നു നോക്കുമല്ലോ. സോ അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കും എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. ആ സമയത്ത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് തുറന്നു നോക്കുക എന്നുള്ളതുകൊണ്ട് GS 1, 2, 3, 4-ൻ്റെ ഗ്രൂപ്പ് ഞാൻ അവിടെ തന്നെ ഫോം ചെയ്യും. അങ്ങനെയാണ് ഞാൻ ടെലിഗ്രാമിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയൊക്കെയാണ് എക്സ്പ്രസ് എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം ചാനൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറേ എക്സാമ്പിൾസ് കിട്ടും. ഇപ്പോൾ മെയിൻസിനൊക്കെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ എത്തിക്സ് സിംപ്ലിഫൈഡ് എന്നുണ്ട്, അവർക്ക് എത്തിക്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്. സോ അങ്ങനെയുള്ള എത്തിക്സ് റിലേറ്റഡ് എക്സാമ്പിൾസ് ഒക്കെ ഞാൻ ടെലിഗ്രാമിൽ നിന്നാണ് ഞാൻ പിക്കപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അതെൻ്റെ ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇൻസ്റ്റാഗ്രാമും എൻ്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ലേണിംഗ് ആയിരുന്നു. എന്താ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ 2 രീതിയിലുണ്ട്. ഫോർമലി ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യുന്ന ചില റീൽസ് ഒക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് എസ്സേക്കൊക്കെ നല്ല പെർസ്പെക്റ്റീവ്. ഇപ്പോൾ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ആ റോഡ് എടുക്കാത്തതുകൊണ്ട് നിങ്ങളൊരു പുതിയ വേയിലെത്തി. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ പെർസ്പെക്റ്റീവ് ആയിരുന്നു. ആ റോഡ് എടുക്കാത്തതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രാവൽ ചെയ്ത പാത്തിൽ കൂടെ ട്രാവൽ ചെയ്തപ്പോൾ നിങ്ങൾ പുതിയ ചില കാര്യങ്ങൾ അല്ലാതെയും പഠിച്ചു എന്നുള്ളൊരു സാധനം. അപ്പോൾ അതൊക്കെ ഞാൻ എസ്സേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എസ്സേയിൽ ഫിലോസഫിക്കൽ ടോപ്പിക്കിലേക്ക് ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം റീൽസിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഞാൻ വരുന്നുണ്ട്. പിന്നെ അൾട്ടിമേറ്റ്ലി യൂട്യൂബിൽ ഇപ്പോൾ തിങ്സ് സ്കൂൾ പോലത്തെ ചാനലുകളുണ്ട്. അപ്പോൾ അതിൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ലെറ്റ്സ് സേ നമ്മളിപ്പം റൂം ക്ലീൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പം വെറുതെ ഒരു പോഡ്കാസ്റ്റ് പോലെ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയ നമുക്ക് എത്തിക്സിൽ കോട്ട് ചെയ്യാനോ
അല്ലെങ്കിൽ എസ്സേയിൽ കോട്ട് ചെയ്യാനോ ഒക്കെ ഉപകാരപ്പെടും. സോ ഞാനിങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ സോഷ്യൽ മീഡിയനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അജയ്, നമ്മുടെ ലീഡേഴ്സിലെ ക്ലാസ്സുകളെ കുറിച്ചിട്ടൊന്ന് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. കാരണം അജയ് നമ്മളുടെ ഡിസ്കഷൻ നമ്മളെപ്പോഴും വരുന്നത് വെച്ചാൽ ക്ലാസ്സിലെ തമാശകളാണ്. നമ്മുടെ അധ്യാപകരൊക്കെ നല്ല തമാശക്കാരും കൂടിയാണ്. അപ്പൊ അങ്ങനെ കുറെ തമാശകൾ അജയ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഈ ക്ലാസ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ലീഡേഴ്സ് പ്രൈമിലെ? ഒന്ന് വെച്ചാൽ എനിക്കൊരു നെവിനും ആനന്ദും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഫെബ്രുവരി ബാച്ചിലാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2021 ആ ഒരു അറ്റംപ്റ്റ് റഷ് ചെയ്തതിൻ്റെ ഒരു ട്രോമയിൽ നിന്ന് മാറി കുറച്ചുകൂടി ക്ലാസ്സുകളൊക്കെ സമാധാനത്തോടെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫേസിലായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല കുറേ കോമഡികളുണ്ട്. ഇപ്പം ആനന്ദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള പരിചയം. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈവൻ ഷിർഫാസ് സാറിന് ഒരു 400 സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സാറ് സ്ലൈഡ് ഓപ്പൺ ആക്കും, ഇവിടെ ആനന്ദ് ഫോണൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഗൂഗിൾ ചെയ്യും. സാർ ഒരു ടോപ്പിക് പറയും, ഗൂഗിൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ സാർ പറയും DDT ഇന്ത്യയിൽ ബാൻഡ് ആയി എന്ന് പറയുമ്പോൾ അല്ല സാർ അത് ബാവേലിക്കരേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അത് ആനന്ദ് ചോദിക്കും. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. സാർ ഇങ്ങനെ ഗാൻജറ്റിക് ഡോൾഫിനെ പറ്റി പറയുമ്പോൾ സാർ ഈ ഗാൻജറ്റിക് ഡോൾഫിൻ എങ്ങനെയാണ് ഗംഗയിലെത്തിയത്? അപ്പോൾ നെവിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഓട്ടോറിക്ഷ വിളിച്ചാണ് എത്തിയത്. അതേപോലെ മറ്റേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ട്രീ ഏതാന്ന് ചോദിക്കുമ്പോൾ നെവി പറയുന്നു സാർ വാഴയല്ലേ ഇവിടെ കുറേ ഉണ്ടല്ലോ. സോ അങ്ങനെയുള്ള കുറേ ഫൺ തിങ്സ് ഉണ്ട്. ഇപ്പം ശ്രീജിത്ത് സാറിൻ്റെ ബ്രെഡ് എന്ത് വന്നാലും സാറ് ബ്രെഡിൻ്റെ എക്സാമ്പിളാണ് പറയുക. അപ്പം ഞങ്ങൾ പിന്നെ പുള്ളീനെ ബ്രെഡ് മാൻ ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ ഓരോ തగ్గടിക്കും. ഇപ്പം മുംബൈയിൽ ഷാരൂഖ് ഖാൻ നിങ്ങൾ SRK എന്ന് വിളിക്കും, പക്ഷേ തിരുവനന്തപുരത്ത് കേരളത്തിൽ വരുമ്പോൾ അത് SRS ആണ്. അപ്പോൾ ഇങ്ങനെ എന്താ SRS? പിന്നെ മനസ്സിലായി ശ്രീജിത്ത് RS ഉദ്ദേശിച്ചതാണ്. സോ അങ്ങനെയുള്ള കുറേ ഞാൻ ഈ കോമഡികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഒരു ഇൻബിറ്റ്വീൻ ഒരു ക്രിയേറ്റീവ് ബ്രേക്ക് എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ കുറേ ഫണ്ണുണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ ഇപ്പം ഷഹൻ സാറിനെ ഞങ്ങൾ ഷാജി എന്ന് വിളിക്കും, ഷിർഫാസ് സാറിനെ ഞങ്ങൾ ഷീജി എന്ന് വിളിക്കും. ഇപ്പോൾ ഷാജി ആൻഡ് ഷീജി. പിന്നെ ഷഹൻ സാർ എന്ത് പറഞ്ഞാലും ഡോ എന്ന് പറഞ്ഞാലും അപ്പോൾ ചിരിക്കും. സോ അങ്ങനെയുള്ള വെറുതെ പോയാലും പുള്ളി ചിരിച്ചോണ്ടിരിക്കും. സോ അങ്ങനെയുള്ളൊരു കുറേ ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. തമാശയ്ക്ക് അപ്പുറത്തേക്കും അവരുടെ ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരാളും കൂടെ ആയിരുന്നു അജയ്. ഒന്നും മുടക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, കാരണം 20-24 ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ക്ലാരിറ്റി കുറവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയോണ്ട് തന്നെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ആ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി, എസ്പെഷ്യലി ഇപ്പം നമ്മളൊരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പം ഈ ടെക്നിക്കൽ സബ്ജക്റ്റിൽ ഇപ്പോൾ എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിലൊക്കെ നമുക്ക് ഒരു ധാരണ ബിൽഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് ക്ലാസ്സാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് നമ്മുടെ ബേസ്. അവിടെ നിന്നാണ് നമ്മൾ ഫർദർ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ജോഗ്രഫി പോലത്തെ സബ്ജക്റ്റുകൾക്ക് അങ്ങനെയൊക്കെ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യം ഒരു പെർസ്പെക്റ്റീവ് ബിൽഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തേക്ക് ഫർദർ ആഡ് ഓൺ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അജയ് പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? വാട്ട് ആർ യുവർ ഹോബീസ്? ഒന്നെന്ന് വെച്ചാൽ സ്വിമ്മിങ് ഇഷ്ടമായിരുന്നു. ആനന്ദായിരുന്നു എൻ്റെ മെയിൻ ട്രെയിനർ. എന്ന് വെച്ചാൽ ആനന്ദിനെ ഞങ്ങൾ വിളിക്കുന്നത് മറ്റേ ജിമ്മി ജോർജിൻ്റെ ഗോൾഡ് ഫിഷ് എന്നാണ്. മറ്റേ അറിഞ്ഞു പുറത്ത് ഇതിലാണ് അണ്ണൻ. അപ്പോൾ ആനന്ദിൻ്റെ കൂടെ ഞാൻ കുറേ നീന്താൻ പോകാറുണ്ടായിരുന്നു. കാരണം അത് ഭയങ്കര ഒരു സ്ട്രെസ് റിലീവറും കൂടിയാണ്. കാരണം തലയൊക്കെ ഒന്ന് തണുത്ത് ഞാൻ വിശ്വസിക്കുന്നത് എന്തോ എവല്യൂഷണറി കണക്ഷൻ ബ്രെയിനും വാട്ടറായിട്ടുണ്ടെന്നാണ് എൻ്റെ തന്നെ ഒരു തിയറി. കാരണം ഭയങ്കര ഫ്രഷ്നെസ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ യൂക്കലേല് പ്ലേയിങ് യൂക്കലേല്. അത് ആക്ച്വലി ഞാൻ എൻ്റെ സ്റ്റുഡൻസിൽ നിന്ന് പഠിച്ചതാണ്. അപ്പം അവിടെ ക്രൈസ്റ്റ് ഇതിനെ കൂടെ പോയപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും എക്സ്ട്രാ കരിക്കുലർലി ഇൻവോൾവ് ആണ്. ഇപ്പോൾ ഡാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂസിക് ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വൈ നോട്ട് മീ. അപ്പോൾ ഞാൻ പതുക്കെ യൂക്കലേലെ അപ്പം ഞാൻ നെവിനായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നെവിനൊന്ന് ഫൗണ്ടേഷൻ കഴിഞ്ഞിരിക്കുക. നെവിൻ പറഞ്ഞു എടാ ഫൗണ്ടേഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഒരു ഓഫീസർ ഏത് പുതിയ സ്കിൽസും പഠിക്കാനും ഫ്ലെക്സിബിൾ ആയിരിക്കണം, ആ ഒരു ക്യൂരിയോസിറ്റി വേണം, പാഷൻ വേണം. നീ പോയി പഠിക്കുക, നീ ഗിറ്റാർ പഠിക്കുക, നീ കീബോർഡ് പഠിക്കുക. അങ്ങനെയാണ് ഞാൻ യൂക്കലേലെ കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. എൻ്റെ ആവേശത്തിന് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് അങ്ങനെ യൂക്കലേൽ എത്തുന്നത്. പക്ഷേ ഓൾദോ എനിക്കൊരു മ്യൂസിക്കിലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇപ്പം ഞാൻ പാട്ട് കേട്ട് പഠിക്കുന്ന ഒരാളാണ്. കാരണം അതാകുമ്പോൾ എൻ്റെ ഒരു ഫിലോസഫി എന്ന് വെച്ചാൽ ഞാൻ എത്ര മണിക്കൂർ പഠിച്ചാലും ഐ ഡോണ്ട് ഗെറ്റ് ബോർഡ്. അപ്പോൾ എനിക്ക് മ്യൂസിക്കിനോട് ഇൻഹെറൻ്റ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറച്ചുകൂടി ഒരു പ്ലേയിങ് ദ യൂക്കലേല് എന്നുള്ളൊരു സാധനത്തിലേക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ആൻഡ് താങ്ക്ഫുള്ളി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് പഠിച്ചെങ്കിലും അത് വെച്ചിട്ട് ഞാൻ ഫൗണ്ടേഷൻ പോയപ്പോൾ കുറച്ച് ജാം ചെയ്യാനൊക്കെ പറ്റി ഫ്രണ്ട്സിൻ്റെ കൂടെ. സോ ഇത് കുഞ്ഞ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകല്ലോ. സോ ദാറ്റ് ഈസ് ലൈക്ക് സംതിങ് ഐ റിയലി ലവ്. ബിക്കോസ് ജാമിങ് വിത്ത് സമ്മൺ ആ ഒരു മ്യൂസിക് ഇപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു പോയിന്റ് ആയിരുന്നു സാർ മ്യൂസിക് ഇറ്റ് സെൽഫ് ക്രിയേറ്റ്സ് എ കമ്മ്യൂണിറ്റി എന്നുള്ളത്. സോ അന്ന് പറയാൻ പറ്റിയില്ല, അവിടെ ഇവിടെ പറയുന്നത്. അജയ് ഫുൾ ടൈം ഒരു വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പത്തെ അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പം ഈ വർക്കിന്റെ ഇടയിൽ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്ലാൻ ബി ആണ് എനിക്ക്. അപ്പോൾ ആ പ്ലാൻ ബി ഒരു കോൺഫിഡൻസ് ബിൽഡിങ് ഫാക്ടറാണ്.
എന്ന് വെച്ചാൽ ഇനി നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇഫ് യു ലൂസ്, ഇപ്പോൾ ഈവൻ ഇഫ് യു ഫോൾ, നമ്മൾ ബെറ്റർ പൊസിഷനിലാണ് ഫോളോ ചെയ്യുന്നുള്ളൊരു കൺവിക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ ടൈം എഫക്റ്റീവ്ലി സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം കോളേജിൽ നിന്ന് ഒരു 4 മണി 5 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6:30 7 മണിയാകുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 3-4 hours രാവിലെ നൈറ്റിലും, അതേപോലെ കുറച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 1 hour എന്നുള്ള രീതിയിലും, അലോങ് വിത്ത് ക്ലാസ്സിൻ്റെ പ്രിപ്പറേഷൻ. അങ്ങനെ ഒരു ലൈക്ക് ടൈമിൻ്റെ കാര്യത്തിലൊരു സെൻസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായി. രണ്ടാമത്തെ കാര്യം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കൺവേർജ് ചെയ്യുന്ന പരിപാടി. ഞാൻ ഇപ്പം അവിടെ എടുത്തിരുന്നത് കൾച്ചറൽ സ്റ്റഡീസ് എന്നുള്ള ഒരു പേപ്പർ ഉണ്ടായിരുന്നു. സോ അതെൻ്റെ സോഷ്യോളജി ആയിട്ട് ഇൻ്റർമിംഗിൾ ചെയ്ത് പോകുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ സോഷ്യോളജി പഠിത്തത്തിനെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ നേരത്തെ പറഞ്ഞൊരു സോഷ്യൽ സർക്കിളിൻ്റെ ആളാണ്. അപ്പം എൻ്റെ സ്റ്റുഡൻസ് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, മോട്ടിവേഷൻ ഭയങ്കരമായിട്ടുള്ള കുട്ടികളും, പിന്നെ എനിക്ക് അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ ആ എനർജീനെ അവിടെ ചാനലൈസ് ചെയ്ത പോലെ തന്നെ, കുട്ടികൾക്ക് വേണ്ടി ചാനലൈസ് ചെയ്ത പോലെ തന്നെ ഞാൻ എൻ്റെ പ്രിപ്പറേഷനിലേക്കും ചാനലൈസ് ചെയ്തു. പിന്നെ താങ്ക്ഫുള്ളി ആ സമയത്താണ് നമ്മൾ ലീഡിൻ്റെ ഒരു ടൈപ്പ് അവിടെ ക്രൈസ്റ്റ് കോളേജിൽ വരുന്നത്. അപ്പോൾ കോളേജ് എന്നെയാണ് അതിൻ്റെ ഇൻചാർജ് ആക്കിയത്. അപ്പോൾ നെവിനും റീനും ഒക്കെ അവിടെ ക്ലാസ് എടുക്കാൻ വരുമായിരുന്നു. സോ അപ്പോൾ ഞാൻ ഇവർക്ക് മറ്റേ ഇവിടുത്തെ മൈക്രോ ക്ലാസ് എന്ന് പറയുന്ന പോലെ, എൻ്റെ പേട്ടൻ്റെ മറ്റേ ലീഡ് ഇരിഞ്ഞാലക്കുട ഡയറക്ടർ എന്ന് പറയുന്ന പോലെ, ഞാൻ അവിടെ ഒരു ന്യൂസ് ബ്രീഫിംഗ് ഞാൻ വായിക്കുന്ന പത്രത്തിൽ നിന്ന് പിക്ക് ചെയ്യുമായിരുന്നു. സോ ആ പിക്ക് ചെയ്തിട്ട് ഞാൻ അവർക്കൊരു ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. സോ അതെല്ലാം എന്നെ ഇങ്ങനെ ഇതിന്ന് എന്തായിട്ടും ചെയ്യണം, കുട്ടികൾ കാത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു സെൻസ് ഓഫ് ഒരു സ്കെഡ്യൂൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എക്സ്റ്റേണലി വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ 4 കാര്യങ്ങളാണ് ഞാൻ ഈ കൺവേർജ് ചെയ്യാൻ, എൻ്റെ പ്രിപ്പറേഷനായിട്ട് കൺവേർജ് ചെയ്ത് ഒത്തുപോകാനുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു. പ്ലസ് മാനേജ്മെൻറ്റിൻ്റെ ഹ്യൂജ് സപ്പോർട്ട്. കാരണം ഏപ്രിൽ മെയിൽ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട് പ്രിലിംസ് പ്രിപ്പയർ ചെയ്യാൻ. പക്ഷേ മെയിൻസ് ആകുമ്പോഴത്തേക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് പീക്ക് മന്ത് ആണ്. പക്ഷെ ആ സമയം 2 തവണയും മാനേജ്മെൻറ്റ് ലീവ് തന്നു, ലോസ് ഓഫ് പേയിൽ ലീവ് തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. സോ ബിഗ് ക്രെഡിറ്റ് ഗോസ് ടു മാനേജ്മെൻറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം ഞാൻ പോകുമ്പോൾ ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി അവിടെ വേണം. അപ്പോൾ അത് ഇൻഹെറൻറ്റ്ലി HOD അവിടെ നിന്ന് അറേഞ്ച് ചെയ്യും. കാരണം അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാതെ പോയി പഠിക്കടാന്ന് പറയും അവർ. സോ അവർ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ. ഈ ക്രൈസ്റ്റ് കോളേജിൽ കുട്ടികളെ സിവിൽ സർവീസിന് ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ക്യാമ്പസിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് സിവിൽ സർവീസ് സീരിയസ് ആയിട്ട് തന്നെ തുടങ്ങി വെക്കുന്നത് നല്ലതല്ലേ? ആണ്. കാരണം അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പെർസ്പെക്റ്റീവ് മാറ്റർ ചെയ്യുന്നത്. അതായത് നമ്മൾ സിവിൽ സർവീസിന് എക്സാം മാത്രമായിട്ടല്ല, ഇപ്പോൾ ചേട്ടൻ തന്നെ പറയാറുണ്ടല്ലോ, ഇതൊരു സ്കിൽ ബിൽഡിംഗ് പ്രോഗ്രാം ആയിട്ട് തന്നെ കാണണം എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലുള്ളൊരു എക്സ്പോഷർ കിട്ടുന്നത്, അതേപോലെ ഇത്രയും വൈഡ് സബ്ജക്റ്റിൽ അവർക്ക് ധാരണകൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അതേപോലെ ആൻസർ റൈറ്റിങ്ങിൻ്റെ ഒരു സ്കിൽ സെറ്റ് കിട്ടുന്നത്, ഇൻ്റർവ്യൂവിന് വേണ്ടി അവരുടെ പേഴ്സണാലിറ്റീനെ ഷേപ്പ് ചെയ്യുന്നത്, ഇത് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനമാണ്. ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡിഗ്രി കഴിയുന്നൊരു കുട്ടിക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണമെങ്കിൽ CUET പോലത്തെ ഒരു എൻട്രൻസ് എഴുതണം. അവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനൊരു UPSCയുടെ ഒരു കൈൻഡ് ഓഫ് ടച്ച് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സ്കില്ലുള്ള കുട്ടിക്ക് ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ അത് കഴിഞ്ഞ് അവരുടെ ആൻസർ റൈറ്റിംഗ് സ്കില്ല് വരുന്നുണ്ട്, ഇങ്ങനത്തെ ഫ്രെയിം വർക്ക് അപ്രോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് പോയിന്റുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കുട്ടികൾക്ക് അവിടെ എക്സാം ബേസ്ഡ് റിവിഷൻസ് എടുക്കും. അതിൽ ഞാനും അവർക്ക് ഫ്രെയിം വർക്ക് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം, ഈ ഒരു രീതിയിൽ നിങ്ങൾ പോയിന്റ് ഡെവലപ്പ് ചെയ്യണം. സോ ആ ഒരു മാറ്റം ഞാൻ എൻ്റെ കുട്ടികളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടികൾ തന്നെ നാഷണൽ ലെവൽ കോമ്പറ്റീഷന് പോയിട്ട് ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. അത് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് അവളെ ട്രെയിൻ ചെയ്തു. അങ്ങനെ അവളെ ബാർക്കിൽ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ പോയി നാഷണൽ ലെവലിൽ ഫസ്റ്റ് അടിച്ചു. അപ്പോൾ ഒരു Tier 3 കോളേജിൽ നിന്ന് ആ കുട്ടി അവിടെ നാഷണൽ ലെവലിൽ പോയി ഫസ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കില്ല് അവളിലേക്ക് ഞാനും പോളും കൂടി ഇൻഹെറൻറ്റ്ലി എല്ലാ ദിവസവും ഇരുന്ന് ഉണ്ടാക്കിയെടുത്തൊരു സാധനമായിരുന്നു. സോ ഈ ഒരു സ്കില്ല് ആണ് അവർക്ക് നോട്ട് ഓൺലി ഫോർ UPSC ബട്ട് ഓൾസോ അവരുടെ ഹയർ സ്റ്റഡീസിനാണെങ്കിലും അല്ല അവരുടെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനും ഗോയിങ് ടു ഹെൽപ്പ്. സോ ആ ഒരു സാധനം ഡെഫിനറ്റ്ലി യെസ്, ഞാൻ പറയാം, ആ സ്കിൽ ബിൽഡിംഗ് ഉറപ്പായിട്ട് നടക്കും. ഈ ബാർക്കിലെ കുട്ടിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, ആൻഡ് യു ആർ പ്രൗഡ് ആസ് എ ടീച്ചർ. ആൻഡ് പറഞ്ഞ കാര്യങ്ങളിൽ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ കുറിച്ച് സംസാരിച്ചു. ഹു ആർ ദ ടീച്ചേഴ്സ് ദാറ്റ് ഷേപ്ഡ് യു ടിൽ നൗ ഫ്രം യുവർ സ്കൂൾ ടൈം? ഓക്കെ, ഒന്നെന്ന് പറയുന്നത് എൻ്റെ മലയാളം ടീച്ചറാണ്, അഭിലാഷ് എന്ന് പറഞ്ഞ സാറാണ്. സാർ എങ്ങനെ എന്നെ ഷേപ്പ് ചെയ്യുക വെച്ചാൽ എൻ്റെ ലിറ്ററേച്ചറിലെ ടേസ്റ്റ് ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം സാറ് ലിറ്ററേച്ചറിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ചിന്താവിഷ്ടയായ സീത എടുത്തിട്ട് എങ്ങനെയാണ് അതൊരു ഫെമിനിസ്റ്റ് പോയമായി മാറുന്നത്, ആ ഒരു രീതിയിൽ എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത് ബുക്കുകളെ, അങ്ങനെ എന്നെ പരിചയപ്പെടുത്തിയ അദ്ദേഹമാണ്. അതേപോലെ ഒരു എല്ലാവരെയും ഒത്തിണക്കി ഒരു സാധനത്തിന് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ ഓരോ വർഷവും നമുക്ക് ഇന്നോവേറ്റ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാം എന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത് അഭിലാഷ് എന്ന സാറിൻ്റെ അടുത്തു നിന്നാണ്. അതുപോലെ 12th എൻ്റെ സോഷ്യോളജി മാമായിട്ടുള്ള രാജലക്ഷ്മി മാം, ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം
സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് CBSE വരികയാണ്. നാട്ടിലെല്ലാവരും പറഞ്ഞു നിന്നെ കൊണ്ട് നടപടിയാകില്ല എന്ന്. പക്ഷെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഒരു കോൺഫിഡൻസിൽ മാത്രം വന്നതാണ്. അപ്പം അന്ന് എന്നെ എല്ലാ ഫുൾ സപ്പോർട്ടും തന്നിട്ടുണ്ടായിരുന്നത് മാം ആയിരുന്നു. അപ്പം മാം ഷോഡ് മീ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു സർട്ടൻ ലെവൽ ഓഫ് കോൺഫിഡൻസ് കൊടുത്താൽ എങ്ങനെയാണ് അവർക്ക് അത് ഒരു കൈൻഡ് ഓഫ് ബൂസ്റ്റും ഒരു എംപവർമെൻറ്റും ആകുന്നതെന്നുള്ളതിൽ. പിന്നെ കോളേജിലേക്ക് വരുമ്പോൾ ആൻ എന്ന് പറഞ്ഞ എൻ്റെ മാം ഉണ്ട്. ഷീ ഈസ് ബീൻ വെരി സ്വീറ്റ്. ഒരു ഗുഡ് ലിസണർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് എന്നെ പഠിപ്പിച്ചുള്ള മാമാണ്. അതേപോലെ വർക്കിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള എൻ്റെ കോളേജിലെ എല്ലാ ഫാക്കൽറ്റികളും, അതായത് അത്രയും ഇൻറ്റഗ്രിറ്റിയോട് വർക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ ലീഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ചേട്ടനും ശരത് സാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും എന്നെ പഠിപ്പിച്ചുള്ളൊരു കാര്യം, നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കുക, നമ്മളതിൻ്റെ ബെസ്റ്റ് ഇൻപുട്ട് ഇടുക. കാരണം അതിലൂടെയാണ് നമ്മൾ അവർക്ക് നമ്മളുടെ ജോബിൻ്റെ ബെസ്റ്റ് ഔട്ട്കം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ള ഇവിടെ നിന്നാണ്. ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോഴും ഞാൻ ആദ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. കാരണം ഞാൻ ചേട്ടൻ്റെ മൈക്രോ ക്ലാസ്സിനുള്ള പ്രിപ്പറേഷൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. നമ്മൾ ഫ്ലാറ്റിൽ നിൽക്കുമ്പോൾ രാവിലെ ചേട്ടൻ നേരത്തെ എഴുന്നേറ്റിട്ട് 3 പത്രങ്ങൾ കവർ ചെയ്യുന്നത്. അതേപോലെ ശരത് സാറ് നമ്മൾ ഇപ്പോൾ ഡെയിലി ആൻസർ റൈറ്റിങ്ങിൻ്റെ ഇപ്പം പുള്ളി വർഷങ്ങളായി ചെയ്യുന്നു. പുള്ളിക്ക് വേണമെങ്കിൽ ക്യാഷ്വലി വന്ന് ആ പഴയ മെറ്റീരിയൽ വെച്ച് ചെയ്യാം. പക്ഷേ ഓരോ വർഷവും നെവിൻ പറയും ഇതിങ്ങനെ ബൃഹത്തായി കൊണ്ടിരിക്കുകയെന്ന് അറിയും. അപ്പം അതിന് വേണ്ടി പുള്ളി ഇടുന്ന ഒരു എഫേർട്ട് അപ്പം ഷുഡ് നോട്ട് ബി ടേക്കൺ കാഷ്വൽ. അതിന് എത്ര നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിലും വീണ്ടും അതിൽ നമ്മൾ ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം എന്നുള്ളത് സാധനം ഞാൻ ലീഡിൻ്റെ മെക്കാനിസത്തിലൂടെ പഠിച്ചത് നിങ്ങൾ രണ്ടുപേരിലൂടെയാണ്. പോസിബിലിറ്റി ഓഫ് എ ഡ്രീം കമ്മിങ് ട്രൂ. യെസ്, ആൻഡ് ദാറ്റ് ഈസ് ദ സെന്റൻസ് ദാറ്റ് യു റോട്ട് ലാസ്റ്റ് ഇയർ. അതേ മെസ്സേജ് തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? എന്താണ് നമ്മൾ ഈ പറയുന്ന സിവിൽ സർവീസിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നവരോടുള്ളൊരു മെസ്സേജ് ഫൈനലി? I think it's not only also for people who are into looking for civil service, but I felt that yesterday I was really reminded of this quote. കാരണം എന്നെ സംബന്ധിച്ചത് ആ ഡ്രീം കമ്മിങ് ട്രൂ മൊമെൻ്റ് ആയിരുന്നു. ആ പോസിബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാനൊരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പോസിബിലിറ്റി നടന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ചാരിതാർത്ഥ്യം. അതിലെന്താണ് മെസ്സേജ് എന്ന് വെച്ചാൽ ലൈഫിൻ്റെ പോസിബിലിറ്റീസിൽ വിശ്വസിക്കുക. ഈവൻ നമ്മളൊരു ഡാർക്ക് ടൈമിലൂടെ പോവുകയാണെങ്കിലും ഹാവ് സം സർട്ടൻ ലെവൽ ഓഫ് ഒപ്റ്റിമിസം. ഇപ്പോൾ എന്നെ എല്ലാവരും പറയുന്നത് ഞാൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആണ്, എന്തെങ്കിലുമൊക്കെ നടപടിയാകും എന്നുള്ളൊരു മോഡ് ചിന്തിക്കുന്ന ഒരാളാണെന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അത് ആൾക്കാർക്കൊരു സെൻസ് ഓഫ് ഹോപ്പ്. ഇപ്പോൾ ഹോപ്പ് ഉള്ളതാണല്ലോ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ആ ഒരു പോസിബിലിറ്റി ഓഫ് ഹാവിങ് എ ഹോപ്പ്, ഇത് നടക്കും അല്ലെങ്കിൽ സംതിങ് വിൽ ഹാപ്പൻ ഫോർ ഷുവർ എന്നുള്ള സാധനം ശരിക്കും എനിക്കൊന്ന് മനുഷ്യരെ അല്ലെങ്കിൽ എൻ്റെ ഹ്യൂമൻ കൈൻഡിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളൊരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സാണ്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് അജയുടെ ഒരു വിജയം വളരെ ഇൻസ്പയറിംഗ് ആവുന്നത് നമുക്ക് എല്ലാവർക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും നടപടിയാവില്ല എന്ന് കരുതുന്നവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് തോന്നുന്നു അജയുടെ ഈ ഇൻ്റർവ്യൂ ഒന്നുകൂടെ വന്ന് കാണുക. താങ്ക് യു സോ മച്ച്. Lead IAS, #1 IAS Academy in Kerala.